ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കടച്ചക്ക കൊണ്ടിട്ടുള്ളൊരു തീയലാണ്. അതിനായിട്ട് ഞാനൊരു കടച്ചക്ക എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാവരും കടച്ചക്ക കൊണ്ട് മസാലക്കറികളും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് കടച്ചക്ക കൊണ്ടിട്ടുള്ള തീയലാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ കടച്ചക്ക തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ: തേങ്ങ, ചെറിയൊരു വാളംപുളി എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയുള്ളി, ഉണക്കമുളക്. ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ: മല്ലിപ്പൊടി വേണം, പിന്നെ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, പിന്നെ വേണ്ടത് കടുക്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കടച്ചക്ക നന്നായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ കടച്ചക്ക അരിയണ സമയത്ത് നമ്മൾ അരിഞ്ഞ വെള്ളത്തിലിടുമല്ലോ, ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കടച്ചക്ക കറുത്ത് വരത്തില്ല. അല്ലാണ്ട് നമ്മൾ അരിഞ്ഞു വെക്കുമ്പോൾ അത് നിറം മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് വെച്ചിട്ട് എല്ലാവരും അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ തീയലാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ കടച്ചക്കയും ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിൽ ചെറിയുള്ളി ആദ്യം മൂപ്പിച്ചെടുക്കുകയാണ്. ചെറിയുള്ളി മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടച്ചക്ക കൂടി ചേർക്കണം. ഇനി ഞാൻ കഴുകി വെച്ചിരിക്കുന്ന കടച്ചക്ക കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറിക്കൊരു പ്രത്യേക സ്വാദായിരിക്കും. അപ്പോൾ നമ്മുടെ കടച്ചക്ക നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കണം. അപ്പോൾ ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു 1-1.5 സ്പൂൺ മുളക് പൊടി ചേർക്കണം. പിന്നെ വേണ്ടത് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു വിസിലടിച്ചാൽ മതിയാവും. അപ്പോഴേക്കും തന്നെ നമ്മുടെ കടച്ചക്ക വെന്ത് കിട്ടും. അപ്പോൾ നമുക്കത് ആദ്യം വേവിച്ച് വയ്ക്കാം. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി തയ്യാറാക്കാനുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ. എന്നാലാണ് തേങ്ങ എല്ലായിടത്തും നല്ലോണം വറുത്ത് കിട്ടുള്ളൂ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് എല്ലായിടത്തും നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. തീയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തേങ്ങ നന്നായിട്ട് മൂത്ത് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ചെറിയ ഉള്ളി കൂടി ചേർക്കാം. ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുക്കാം. അപ്പോൾ തേങ്ങയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ തേങ്ങയുടെ നിറം മാറി ചെറുതായിട്ട് ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇനി പ്രത്യേകമായിട്ടുള്ള മസാലകളൊന്നും ആവശ്യമില്ല. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങയുടെ ചൂടിൽ തന്നെ ഈ മല്ലിപ്പൊടിയും മൂത്ത് കിട്ടും. വേറെ മസാലകളൊന്നും ഇതിലില്ല. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ചേർക്കാം. പിന്നെ കുറച്ച് എരിവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി ഈ സമയത്ത് ചേർക്കാം. ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചൂടാറിയ ശേഷം വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അതും വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ തേങ്ങയുടെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഈ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും വെള്ളം ഇല്ലാതെ അരച്ചെടുത്തതാണ്. നമ്മുടെ കടച്ചക്ക വെന്തോന്ന് നോക്കാം.
അപ്പോൾ കടച്ചക്ക വെന്തിട്ടുണ്ട്, ഉണ്ടോ, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർക്കണം. ഇനി അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് തിളപ്പിക്കാം. അപ്പോൾ അരപ്പ് നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിക്കാം. എന്നിട്ടിത് വീണ്ടും തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. കാരണം നമ്മൾ ആദ്യമേ തന്നെ ചെറിയുള്ളിയും കടച്ചക്കയും ഒന്ന് വഴറ്റിയായിരുന്നു, പിന്നെ തേങ്ങ വറുത്തരച്ചതാണല്ലോ. അപ്പോൾ ഇത് കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിൽ എണ്ണ തെളിഞ്ഞു വരും. ഈ സമയത്ത് നമുക്ക് കുറച്ച് വാളംപുളി ചേർക്കാം. അപ്പോൾ തീയലിൻ്റെ പ്രത്യേകതയാണ് പുളി പിഴിഞ്ഞൊഴിക്കുക എന്നുള്ളത്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് ഇതിൽ എണ്ണ തെളിഞ്ഞു വരും. അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ള വറവ് തയ്യാറാക്കണം. അതിനായിട്ട് ഗ്യാസ് കത്തിച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ കറികൾക്കൊക്കെ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണമായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകിടാം. ഇനി വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഇതിലേക്ക് പൊട്ടിച്ചിടണം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഉണക്കമുളക് ചേർക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പില. എല്ലാം കൂടി നന്നായിട്ട് മുപ്പിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കടച്ചക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. ഇതാ കറിയിൽ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ വറവെടുക്കാം. അപ്പോൾ എല്ലാവരും കടച്ചക്ക മസാലക്കറികളൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. തീയൽ വെച്ചിട്ടുണ്ടാവുമോ? ഇല്ലെങ്കിൽ നിങ്ങളിതൊന്ന് ഇങ്ങനെ വെച്ച് നോക്കൂ. അപ്പോൾ നമുക്കിനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം. ബൈ.